ഹലോ ഫാമിലി. സൂര്യൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങട്ടെ. ഏതൊരു മിഡിൽ ക്ലാസ് ബോയുടെയും ചിന്ത പോലെ തന്നെയാണ് എൻ്റെ ചിന്തയും. ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ ശരിയല്ല. അച്ഛൻ വല്ല കച്ചവടക്കാരനായിരുന്നെങ്കിൽ ഗോൾഡോ റബ്ബറോ ഉള്ളിയെങ്കിലും. പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും ഇല്ലാത്തടത്ത് ജനിക്കണത് നമ്മുടെ തെറ്റല്ല, പക്ഷെ ഒന്നും ഇല്ലാത്തടത്ത് ഒന്നും ഉണ്ടാക്കാത്തത് നമ്മുടെ മാത്രം തെറ്റാണ്. ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ കുളിയും പരിപാടി ഉണ്ട് തീർക്കാൻ വിചാരിച്ചു. കുളിയും പരിപാടിയൊക്കെ തീർത്ത് കുറച്ച് നേരം ബ്യൂട്ടി നോക്കാൻ വിചാരിച്ചപ്പോൾ പിന്നെ ഒരാൾ കയറി വന്നു. ഇതെൻ്റെ അമ്മേട്ടാ, പേര് ഷർമിള ഉദയൻ. ആസ് യൂഷ്വൽ ഓഫീസിന് പോകാൻ ലേറ്റ് ആയി. അപ്പം പിന്നെ ബസ് നടക്കില്ല, ബൈക്ക് തന്നെ എടുക്കണം. ബൈക്ക് എടുത്ത് നേരെ ഓഫീസിലേക്ക് കിട്ടും. തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടിലായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണേ. അങ്ങനെ ഓഫീസിലെത്തി പെൻഡിങ് വർക്കുകളൊക്കെ തീർത്ത് ലഞ്ച് ടൈമിൽ നമ്മുടെ ഗോസിപ്പും പരിപാടികളൊക്കെ തന്നെ. എൻ്റെ ക്യാബിൻ വേറെ ആയതുകൊണ്ട് ഇവരൊക്കെ ആകനെ കാണാൻ കിട്ടുക ഈ ലഞ്ച് ടൈമിലാണ്. അങ്ങനെ ലഞ്ച് ടൈം കഴിഞ്ഞ് ബാക്ക് ടു വർക്ക്. ഞാൻ നല്ല പക്കാ കിടി ആയതുകൊണ്ട് എൻ്റെ വർക്കൊക്കെ ഞാൻ പെട്ടെന്ന് തീർത്ത് അങ്ങനെ ബോറടി. കറക്റ്റ് 5:30 കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങാം. ഒരുമാതിരി സ്കൂളിൽ നിന്ന് വിടുന്ന അവസ്ഥയാണ്. ഇനി ബൈക്ക് എടുത്ത് നേരെ വീട്ടിൽ പോകാം. വീട്ടിൽ പോകണ വഴിക്ക് ഒരു കടയിൽ നിർത്തിയപ്പോൾ നമ്മുടെ പഴയ ബൈറ്റ്സ് പോലത്തെ സംഭവം കോപ്പിയാണെങ്കിലും കഴിക്കാനൊരു പൂതി. അപ്പോൾ പിന്നെ ഓരോ പാക്കറ്റ് അങ്ങനെ വീട്ടിലെത്തി ഒരു കുളിയും പാസ്സാക്കി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള 4 മണിക്കാറ്റിക്ക് പോയി. അവിടെ നിന്ന് ഒരു ഷാർജ ഷേക്ക് പടച്ചു. അങ്ങനെ അതും കഴിച്ചിറങ്ങി. അപ്പോൾ തിരിച്ച് പോകണ വഴിക്ക് അമ്മ വിളിച്ച് പറഞ്ഞ് വീട്ടിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിയത്. നമ്മുടെ ഈറ്റ് മോർ റെസ്റ്റോറൻറ്റാണ് അഞ്ചാങ്കല്ലിയുള്ള. അങ്ങനെ മസാല ഷവായിക്ക് ഓർഡറും കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സാധനം എന്താ ഇവിടെ കറങ്ങണു. ഈ കറങ്ങണത് എൻ്റെ വീക്ക്നെസ്സാണ്. ഇതിട്ട് കറക്കാനും എനിക്കൊരു വീക്ക്നെസ്സാണ്. വീട്ടിലെത്തിയതും ഫുഡ് എടുത്ത് കഴിച്ചു തുടങ്ങി. ഷവായും പൊറോട്ടയും മയണൈസും. ഓഹാ, ലൈഫ് തന്നെ. ഫുഡ് അടിയും കഴിഞ്ഞ് കുറച്ച് ഡെസേർട്ട്സ് പോയി. ഇതിൽ കുറേ മൈനസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഒക്കെ നമുക്ക് മെല്ലെ ശരിയാക്കാം. അപ്പം ശരി, നാളെ കാണാം. ബൈ.